മിഷൻ 2030 പ്രഖ്യാപിച്ച കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉപഭോക്താവിന് എന്താണോ ആവശ്യം അതൊക്കെ ലഭ്യമാക്കാൻ പറ്റുന്ന വൈവിധ്യവൽക്കരണമാണ് ലക്ഷ്യം. ഇതിനായി 1000-ലധികം MSPകൾക്ക് രൂപം നൽകുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കേബിൾ ഓപ്പറേറ്റർ എന്ന നിലയിൽ നിന്നും വിവിധ തലങ്ങളിലുള്ള സംരംഭകരായി COA അംഗങ്ങൾ മാറിയെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം കൂത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ സംഘടന മിഷൻ 2030യും പ്രഖ്യാപിച്ചു. കൂത്തുപറമ്പിൽ നടന്ന COA കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനാണ് വൈവിധ്യവൽക്കരണം പ്രഖ്യാപിച്ചത്. 2030 ആകുമ്പോഴേക്കും സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും COAയുടെ കൈമുദ്ര പതിയും. സംസ്ഥാനത്തെ 3.5 കോടിയോളം വരുന്ന ജനസംഖ്യയിൽ പകുതിയിലധികം പേരും കേരള വിഷന്റെ ഉപഭോക്താക്കളാണ്. അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ടോട്ടൽ സർവീസ് പ്രൊവൈഡറായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാറുമെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. മിഷൻ 2030 എന്ന ദൗത്യം 2030 ആകുമ്പോഴത്തേക്കും കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ കേരളത്തിലാകമാനം പേരോടെ പടർന്നു കിടക്കുന്ന 1000-ഓളം മൾട്ടി സർവീസ് പ്രൊവൈഡേഴ്സ് യൂണിറ്റുകൾ രൂപവത്കരിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. ഒരു പോയിന്റിൽ ഒരുപക്ഷെ ഒരു പ്രൊവിഷൻ സ്റ്റോർ ആണെങ്കിൽ മറ്റൊരിടത്ത് ഒരു മെഡിക്കൽ സ്റ്റോർ ആയിരിക്കും, മറ്റൊരിടത്ത് മറ്റൊരു സേവനമായിരിക്കും. അങ്ങനെ ഒരു കേരളത്തിലെ സാമാന്യ ജനവിഭാഗത്തിന് ഒരേ വില നിലവാരത്തിൽ ഒരേ ബ്രാൻഡിൽ കൊടുക്കാൻ കഴിയുന്ന വാങ്ങിക്കാൻ കഴിയുന്ന വിവിധങ്ങളായ സേവനങ്ങളെ കോർത്തിണക്കുന്ന 1000-ഓളം മൾട്ടി സർവീസ് യൂണിറ്റുകൾ, ആ യൂണിറ്റുകൾ നടത്തുന്ന അതിന്റെ ഭാഗമായി കേബിൾ ടിവി ഓപ്പറേറ്റർമാർ എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ യൂണിറ്റുകളെ അത്തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കാൻ പ്രാപ്തിയാക്കണം എന്നുള്ളതുകൊണ്ടാണ് ക്ലസ്റ്ററുകൾ എന്ന കൺസെപ്റ്റ് സംഘടന വെച്ചത്. ക്ലസ്റ്ററുകൾക്കാണ് ഈ സേവനങ്ങൾ കൂടുതൽ കൊടുക്കാൻ കഴിയുക, വിപുലമായ സേവനങ്ങൾ. അപ്പൊ അത്തരത്തിലേക്കൊക്കെ നാം മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശക്തമായ സംഘടന അടിത്തറ ഉണ്ടാവണം, പിന്തുണ ഉണ്ടാവണം, സംഘടനാ ബോധമുണ്ടാവണം, ബിസിനസ് കാഴ്ചപ്പാടുണ്ടാവണം. അപ്പൊ അതിനൊക്കെ ഉതകുന്ന രീതിയിലേക്ക് നമ്മുടെ സമ്മേളനങ്ങൾ മാറേണ്ടതുണ്ട്. 30 വർഷം മുമ്പ് കേബിൾ ടിവി ഓപ്പറേറ്റർമാർ മാത്രമായിരുന്ന COA അംഗങ്ങൾ ഇന്ന് വിവിധ മേഖലയിലുള്ള ബിസിനസ് സംരംഭകരാണ്. സംസ്ഥാന ജില്ലാ അടിസ്ഥാനത്തിലുള്ള സംരംഭങ്ങൾ നോക്കിയാൽ 2000 കോടിയിലധികം രൂപ ടേൺ ഓവറുള്ള പ്രസ്ഥാനമായി COA മാറിയിട്ടുണ്ടെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒരു ശരീരമായി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സംഘടനയുടെ കരുത്ത്. ഗുരുതരമായ പല വെല്ലുവിളികളെയും നേരിട്ടാണ് COA വളർന്നത്. കോർപ്പറേറ്റുകളുടെ കുത്തകവൽക്കരണം എങ്ങനെ തടയാൻ കഴിയും എന്ന് സമൂഹത്തിന് കാട്ടിക്കൊടുത്ത സംഘടന കൂടിയാണ് COA. ലോകത്തിലെ ഏറ്റവും മൂല്യം സ്വർണത്തിനല്ല, മറിച്ച് കസ്റ്റമർക്കാണെന്ന ചിന്തയാണ് COAയ്ക്കുള്ളത്. അവരുടെ താൽപ്പര്യങ്ങൾക്ക് വിഘാതമാകുന്ന ഒന്നും സംഘടന ചെയ്യില്ലെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് P. ശശികുമാർ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് P. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി MR രജീഷ് ജില്ലാ റിപ്പോർട്ടും, AV ശശികുമാർ സാമ്പത്തിക റിപ്പോർട്ടും, N. രഞ്ജിത്ത് ഓഡിറ്റ് റിപ്പോർട്ടും, ജില്ലാ നിരീക്ഷകനായ KV രാജൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, KCCL MD PP സുരേഷ്, കേരള വിഷൻ ന്യൂസ് MD പ്രിജേഷ് അച്ചാണ്ടി, സംസ്ഥാന കമ്മിറ്റി അംഗം V. ജയകൃഷ്ണൻ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. സജീവ് കുമാർ, ദിനേശൻ NK, ജില്ലാ വൈസ് പ്രസിഡന്റ് C. സുരേന്ദ്രൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോജ് കുമാർ, കണ്ണൂർ വിഷൻ MD M. വിനീഷ് കുമാർ, KTS MD KV വിനയകുമാർ, KCCL ഡയറക്ടർ KK പ്രദീപൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വിൽസൺ മാത്യു, ഗ്രാമിക MD K. രാജേഷ്, സംഘാടക സമിതി ജനറൽ കൺവീനർ PK ദേവാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.